എറണാകുളം പനമ്പള്ളി നഗറിൽ കാർ കുഴിയിൽ വീണു. ജലജീവൻ മിഷനു വേണ്ടി എടുത്ത കുഴിയിലാണ് കാർ വീണത്. ആർക്കും പരിക്കില്ല. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം പനമ്പള്ളി നഗറിലാണ് വാട്ടർ അതോറിറ്റി ഒരു മുന്നറിയിപ്പുമില്ലാതെ എടുത്ത കുഴിയിലേക്ക് കാർ വീണത്. ഭാഗ്യത്തിന് ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുഴിയെടുത്തതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. നമുക്ക് കാണാം ഈ കാറ് നേരെ ഒരു ഭാഗം പൂർണ്ണമായും അതിനകത്തേക്ക് വീഴുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇവിടെ ഇത് സ്ഥാപിച്ചതെന്നാണ് ഈ കുഴിയെടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലരും ഇന്നലെ രാത്രി ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ കുഴിയെടുക്കുന്ന വിവരം പോലും അറിഞ്ഞത്. അതിനുശേഷം ഇവിടേക്ക് വന്ന പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തു. പലരും ഇവിടെ വന്ന് ഇതിന് വഴി കടന്നു പോകുമ്പോഴാണ് ഈ കുഴിയുള്ള കാര്യം അറിഞ്ഞത്. ഇന്നലെ ഈ പരിസരത്ത് ഇവിടെയുള്ള ആളാണോ? ഞാൻ പള്ളുരുത്തിക്കാരനാണ്. ഞങ്ങൾ ഇതിലേ കൂടി രാത്രി പെങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് ഫാമിലിയായിട്ട് തിരിച്ച് ഇതിലേ വഴി ഇങ്ങനെ പോണേണ്. അപ്പോഴേക്ക് അവിടെ ശരിക്കും ബ്ലോക്ക് ചെയ്യണം. നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അറിയാത്തതുകൊണ്ട് ഞാനും എന്റെ വണ്ടിയും ബാക്കിലൊരു കാറും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ 2 2 വീലർ ഇതിലെ കൂടി പാസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണത്. തൊട്ടിവിടെ പൊളിച്ചിട്ടേക്കണത്. അപ്പൊ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ചൂടാകുകയും ചെയ്തു. വേറെ ഒന്നുമില്ല, ഇത് ഇവിടെ പൊളിക്കുകയാണെങ്കിൽ അവിടെ അത് ബ്ലോക്ക് ചെയ്യണ്ടേ, അവിടെ ബ്ലോക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ചൂടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, ഇതിൽ കൂടെ തന്നെ പോകുള്ളൂ. അപ്പൊ ഇത്രയും കുഴിച്ചിട്ടില്ല. ഒരു കാറിന് പോകാൻ പറ്റുന്ന രീതിയിൽ സൈഡിൽ സ്ഥലമുണ്ട്. കുഴിക്കാൻ തുടങ്ങിയുള്ളൂ രാത്രി 11 മണിക്ക്. ഇവിടെ ഒച്ചുണ്ടാക്കി പോയാൽ പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ ലെഫ്റ്റ് പോയി തിരിച്ച്. അപ്പൊ അവിടെയും ബ്ലോക്ക് ചെയ്തു. പിന്നെ തിരിച്ച് ആ വഴി കൂടി ലെഫ്റ്റ് പോയി കറങ്ങി MG റോഡ് വഴി പോകേണ്ടി വന്നു. അന്ന് ആ സമയത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇത് ശരിക്കും ആ കോൺട്രാക്ട് ആരായാലും ആ കോൺട്രാക്ട് പൈസ ഈടാക്കണം. എന്നാലേ ഇതിനൊക്കെ സ്പ്രാഡാവുള്ളൂ. അദ്ദേഹം ഇതുവഴി കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഇന്നലെ ഭാഗ്യത്തിന് അപകടത്തിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കൊപ്പം പരിസരത്തുള്ളവർ ചേരുന്നു. ഫ്രാൻസിസ് മുൻ കൌൺസിലറാണ്. യാതൊരുവിധ അറിയിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. യാതൊരുവിധ അറിയിപ്പും ഇല്ലെന്ന് മാത്രമല്ല, കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ തന്നെ ആളുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു വർക്ക് ബോധമുള്ള ആരെങ്കിലും ചെയ്യൂ? കേരളം മുഴുവനും റോഡ് താറുമാറായി എന്ന് പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ ദുരിതരാ വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകൾ മുഴുവനും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനൊരു പ്രതീക്ഷ ഒരിക്കലുമില്ല. രാത്രി 11 മണിക്ക് ശേഷം കുറച്ച് JCBയും കുറെ മെറ്റലും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല. ഇത് ജൽജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്ന പദ്ധതിക്ക് വേണ്ടി പൊളിച്ചതാണ്. BMC നിലവാരത്തിൽ ഒരു ചെറിയൊരു കുഴി പോലും ഇല്ലാതെ കിടന്നിരുന്ന റോഡാണിത്. അത് കുത്തിപ്പൊളിച്ചു. ഓക്കെ, നല്ല കാര്യം. അതിനുശേഷം ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു, ചെയ്തില്ല. അത് അറിയിക്കേണ്ട ആളുകളെയൊക്കെ യഥാസമയങ്ങളിൽ ആളുകൾ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല. നിറച്ച് പൊടിയും ബഹളവുമാണ്. ആക്സിഡന്റ് തുരിതരാവുന്നുണ്ട്. അവരെ അടുത്ത് തന്നെ തേവര ഭാഗത്ത് താമസിക്കുന്നതാണെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അവരെ ഇൻഫോം ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ കാറിൽ വന്നവർക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഭാഗ്യത്തിന് ഇതുണ്ടായുള്ളൂ. പക്ഷെ 2 വീലറുകാര് ഇവിടെ ഇന്നലെ വീണിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലും ഒക്കെ തുരുതുരാ വീണുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വന്നിട്ടില്ല. എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു ഇൻഫർമേഷൻ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതാണ് വാസ്തവം. കാരണം ഇത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഴത്തിലുള്ള കുഴികൾ എടുത്തതെന്ന് പരിസരത്തുള്ളവർ തന്നെ പറയുന്നു. യാതൊരു മുന്നറിയിപ്പും കാര്യങ്ങളോ ഒന്നും റോഡിന്റെ ഭാഗത്തൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. എന്ത് പദ്ധതിക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും മതിയായ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതുവഴി തേവരയിലേക്ക്, പനമ്പള്ളിയേറിൽ നിന്ന് തേവരയിലേക്ക് എല്ലാം തന്നെ കടന്നു പോകുന്ന എളുപ്പ വഴി കൂടിയാണ്. ഗതാഗത കുരുക്കിൽപ്പെടാതെ കിലോമീറ്ററുകൾ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന വഴിയായതുകൊണ്ട് തന്നെ യാത്രക്കാർ അധികം ഇതിലേക്ക് കൂടി കടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഒരു ഭാഗം പൂർണ്ണമായും അതിനകത്തേക്ക് പോകുന്നു. ഭാഗ്യം കൊണ്ട് അതിനകത്തുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ജലതട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന കുറ്റപ്പെടുത്തലാണ് നാട്ടുകാർക്കുള്ളത്. ഏതായാലും ഈ പെരുമഴയിൽ ഇത്ര തിടുക്കപ്പെട്ട ഈ രീതിയിൽ ഇതെല്ലാം തന്നെ ചെയ്യണമോ എന്ന ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18 കൊച്ചി.